Sri Deepu S. Nath, Chief Volunteer MuLearn and the Managing Director of FIRE, for the presentation. Invite him to do the presentation of MuLearn 4.0. Good morning all. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലേ. It is very easy to bring a crowd of 1,500 from one college. But when we limit it 10% per college, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു ലോങ് വീക്കെൻഡ്, പെരുന്നാൾ, നോമ്പ്, ലൂസിഫർ, എമ്പുരാൻ, ഇതിനെല്ലാം ഓവർകം ചെയ്ത് ഇത്രയും കുട്ടികൾ ഇവിടെ വരുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചലഞ്ച്. ഞാൻ ഇന്നലെ കണ്ടതെന്ന് പറയുന്നത്, ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മുടെ ടാഗോർ തിയേറ്ററിലെത്തി ഇവിടെ സ്വന്തമായിട്ട് കിടക്കാൻ സ്ഥലം കണ്ടെത്തി ഇവിടെ വന്ന നിങ്ങൾക്കാണ് ആദ്യം ഏറ്റവും വലിയൊരു കയ്യടി ആവശ്യമായിട്ടുള്ളത്. കാരണം നമ്മൾ ഇത്തവണത്തെ പെർമ്യൂട്ടിനകത്തൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ 2K കിഡ്സിൻ്റെ കാര്യമാണ് അല്ലേ. 2K കിഡ്സ് എല്ലാവരും പോക്കാണ്. അവരൊക്കെ മൊത്തത്തിൽ ഡ്രഗിന് അഡിക്റ്റായി പോകുന്നത് തലമുറയാണ്, ഒരു വയലൻ്റ് ആണ് എന്ന് പറയുന്ന സ്ഥലത്ത് why we need permute to happen is because we want to show ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള തലമുറ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആൻഡ് യു ആർ ദ വൺ ഹു ഇസ് മോസ്റ്റ് അജൈൽ ടു ചേഞ്ച്. നമ്മളിന്ന് ക്യാമ്പസുകളിൽ ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ക്യാമ്പസുകളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് പുറം ലോകം അറിയുന്നില്ല. എല്ലാവരുടെയും വിചാരം they perceive that these people are doomed. But what we actually do in the college, 40,000, around 45,000 students are part of MuLearn. I know what they are doing. They are actually very passionately working on technology. They are coding, they are building on hardwares, they are taking leadership, they are learning, they are teaching, they are building things. But that side of the story is not covered in any of the newspapers, any of the medias, as celebrated as the other stories, the negative stories. അതായത് അമ്മയെ കുത്തിയാലോ കഞ്ചാവ് വലിച്ചാലോ മാത്രമേ TV-യിൽ പ്രൈം ടൈം ചർച്ചയിലും വരുമെന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വിദ്യാർത്ഥികൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത് they just want to showcase. നിങ്ങൾ കാണുക, ഞങ്ങൾ ഇത്രയും പേര് ബിൽഡ് ചെയ്ത 150ഓളം കുട്ടികൾ അവിടെ പുറത്ത് ഒരു ഇൻസ്പിറേഷൻ സ്റ്റേഷൻ ഉണ്ട്. they are actually showcasing what they are actually doing. അവിടെ ഒരു റാസ്ബെറി പൈ കൊണ്ട് വീട്ടിലെത്തുന്ന കുട്ടിയോട് ഇതെന്താ പുതിയ എന്തെങ്കിലും കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയുണ്ട് ഇതിനു മുമ്പത്തെ. ബിക്കോസ് they do not know what actually these kids are doing. യൂത്ത് ഫെസ്റ്റിവലിന് പാട്ട് പാടാനും ഇതിനും എല്ലാം വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനായിട്ട് പാരൻസിന് വലിയ സന്തോഷമാണ്. ബിക്കോസ് they know what is happening there. But here at the ചേഞ്ച്, ഇത്രയും റാപ്പിഡായിട്ട് ചേഞ്ച് നടക്കുന്ന ഒരു സ്ഥലത്ത് പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളും നമുക്ക് സിലബസിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ ലീഡർഷിപ്പ് they have to take charge of that, and that is what MuLearn is. And ഇന്ന് ഏകദേശം ഇവിടെ വന്നിട്ടുള്ള 2000ഓളം വിദ്യാർത്ഥികൾ, ഇവര് ഓരോ കോളേജിൽ നിന്നും ടോപ്പായിട്ട് കർമ്മ പോയിന്റ്സ് ഏൺ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോൾ സർക്കാർ നിരവധി പദ്ധതികൾ നമുക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അത്തരം പോർട്ടലുകളിൽ ഇന്ന് അവൈലബിൾ ആണ്. അവർക്ക് ജോലി കിട്ടാനായിട്ട് കമ്പനിയിൽ തൊഴിലില്ല എന്നല്ല. ഐ റെപ്രസെന്റ് ദ ഇൻഡസ്ട്രി. ഏകദേശം 280ഓളം IT കമ്പനികളുടെ കൺസോർഷ്യമാണ് GTech. ഏകദേശം 80% IT എംപ്ലോയീസ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസും വേക്കൻസീസും അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇൻഡസ്ട്രിക്ക് വേണ്ടത് എന്താണോ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു ഗ്യാപ്പ്. അവിടെയാണ് MuLearn സൗജന്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വോളണ്ടിയറായിട്ട് വരുന്ന ഒരു ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും, നമ്മൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ആൾക്കാർ തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ ആവശ്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ് അവിടെയുണ്ട്. പണ്ട് സാക്ഷരത നടക്കുന്ന സമയത്ത് നമുക്ക്
എന്ത് സാധിക്കുമായിരുന്നു? ആർക്ക് വേണോ പോയിട്ട് എഴുതാനും വായിക്കാനും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡിജിറ്റൽ സാക്ഷരതയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ ഇത്തരം ടെക്നോളജി, മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ പുതിയ കാര്യങ്ങൾ മാറി പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ 10 വർഷം എക്സ്പീരിയൻസ്, 20 വർഷം എക്സ്പീരിയൻസ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദ മോസ്റ്റ് അജൈൽ ആൻഡ് അഡാപ്റ്റീവ് ടു ചേഞ്ച് ഈസ് സംതിങ് ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് വേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കിൽസും. ഞാൻ പഠിക്കുന്ന ടെക്നോളജി സ്റ്റാക്കിനകത്ത് എനിക്ക് ചുറ്റും കാണുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. 2, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലിരുന്ന് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. കൊളാബറേറ്റീവായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മ്യൂലേൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മ്യൂലേൺ നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിനോടൊപ്പം തന്നെ നിന്ന് ഈ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയുടെ മെൻറ്റേഴ്സിലേക്കുള്ള ആക്സസ് ആണ് കൊടുക്കുന്നത്. നോർമലി ചില കുട്ടികൾക്ക് പ്രിവിലേജ് ഉണ്ടാവും, എന്ത്, ഒരു ചേട്ടനോ ചേച്ചിയോ ഉണ്ടാവും മോനെ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കാൻ. പക്ഷേ മജോറിറ്റി കുട്ടികൾക്കും അത് ഉണ്ടാവത്തില്ല. അവിടെയാണ് മ്യൂലേണിൻ്റെ വലിയൊരു തിങ്ക് ടാങ്ക് ഗ്രൂപ്പ്, അതായത് പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന, ഗൂഗിൾ അടക്കമുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ വരികയാണ്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. അതിന് കാശെന്തിനാ? Why should we need money to share that knowledge? Knowledge should be shared for free and it should be accessible to everyone എന്ന് പറയുന്നൊരു കൾച്ചറാണ് മ്യൂലേൺ ഇത് ചെയ്യുന്നത്. മറ്റ് ഇതിനോടൊപ്പം തന്നെ ന്യൂ നോളേജ്, പുതിയതായിട്ട് വരുന്ന നോളേജ് അതേ ദിവസത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഇവർ. നേരത്തെ ടോപ്പ് 100 കോഡേഴ്സിൽ വന്ന് അവാർഡ് വാങ്ങിയ ഗോവിന്ദുണ്ട്. അത് ബെക്കൻ, we will have people from Beacon sitting here. Beacon is the protocol that actually helped building ONDC. നമ്മുടെ UPയും ആധാറും ഒക്കെ ബിൽഡ് ചെയ്ത അത് പ്രോട്ടോകോൾ, അത് നമ്മൾ കുട്ടികൾക്ക് ചലഞ്ചായിട്ട് ഞാൻ കൊടുത്തു. ആൾക്കാർ പറഞ്ഞു നോർമലി ഒരു കമ്പനി 6 മാസം എടുക്കും അത് ബിൽഡ് ചെയ്യാനായിട്ട്. തനിക്കെന്താ വട്ടാണ്? 10 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആർക്കിടെക്റ്റിനെ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഹഡിൽ ഗ്ലോബലിന് ടോപ്പ് 100 കോഡേഴ്സിനകത്ത് നമ്മളത് കൊടുത്തപ്പോൾ ആൾക്കാർ പറഞ്ഞതാ, 1.5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ എന്താ ചെയ്തെന്നറിയോ? അത് മുഴുവനായിട്ടും ബിൽഡ് ചെയ്ത് 15 പ്രോഡക്റ്റുകളാണ് അവരവിടെ ഉണ്ടാക്കിയത്. ആൻഡ് ദെൻ they went forward and build a UI for backend. അതായത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ 3 മാസം കഷ്ടപ്പെടേണ്ട, ഇതിനകത്ത് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ 7 മിനിറ്റ് കൊണ്ട് ബാക്കെൻഡ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ബിൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റും. +2 പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന. അപ്പോൾ അത്രയും കേപ്പബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണ് ഇവർ. ഇവർക്ക് സ്കിൽ ഗ്യാപ്പ് അല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതാണ്. വി ടോക്ക് അബൌട്ട് സ്കിൽ ഗ്യാപ്പ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പൊട്ടൻഷ്യൽ ആൻഡ് എനർജി ദീസ് കിഡ്സ് ഹാവ്. നമ്മളിപ്പോഴും നമ്മുടെ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അവർ ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്തൊരു പർപ്പസ് തോന്നുന്നില്ല എന്നുള്ളതാണ് പല കുട്ടികളും പറയുന്ന പ്രശ്നം. വൈ ഷുഡ് ഐ മെമ്മറൈസ്? ഞാൻ ഈ റെക്കോർഡ് ബുക്ക് ഇത്രയും മണിക്കൂറുകൾ ഇരുന്ന് എഴുതുന്നത് എന്തിനാണ്? ഞാൻ കോഡ് എഴുതി കിറ്റിനകത്ത് പബ്ലിഷ് ചെയ്ത് അതങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും ദിവസങ്ങൾ നോൺ പ്രൊഡക്റ്റീവായിട്ട് കളയുന്നത്? സോ വി ഹാവ് ടു യൂട്ടിലൈസ് ദെയർ ടൈം മോർ പ്രൊഡക്റ്റീവ്. കാര്യം ഈ തലമുറയ്ക്ക് ഒരു പ്രത്യേകതയോടുകൂടിയുണ്ട് നമ്മുടെ തലമുറയ്ക്ക് ഇല്ലാത്തത്. എന്താണെന്നറിയോ? നമ്മുടെ തലമുറയ്ക്ക് ഇത്തരം പുതിയ ടെക്നോളജി മാറ്റങ്ങൾ നമ്മളിലേക്ക് വരണമെങ്കിൽ മിനിമം 5 കൊല്ലമെങ്കിലും എടുക്കുമായിരുന്നു. അമേരിക്കയിൽ കണ്ടെത്തും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യും. അങ്ങനെ ശീലിച്ചു വന്ന നമുക്ക് ഇവരുടെ ഈ ആക്സസ് ടു നോളജ് ഉണ്ടല്ലോ, പുതിയ നോളജ് അതേ സമയത്ത് ആക്സസിബിൾ ആവുന്ന ആ അവസ്ഥ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വി ക്യാൻ ഇന്നോവേറ്റ്, വി ക്യാൻ ലീഡ്. നമുക്കിന്ന് DPI പോലെ നമ്മളിപ്പോൾ കണ്ടിട്ടില്ല, നമ്മുടെ UPI നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ, പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ലോകത്ത് ബാക്കി എല്ലാ സ്ഥലത്തും ചെന്നാലും ഇപ്പോഴും ക്രെഡിറ്റ് കാർഡല്ലേ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെക്കാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ ഇന്നൊവേഷൻ ഇന്ത്യക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ എനേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ എക്കോസിസ്റ്റം എക്വിപ്പ് ആവണം. വി ഹാവ് ടു എക്വിപ്പ് അവർ എക്കോസിസ്റ്റം ടു എനേബിൾ ദ നെക്സ്റ്റ് ജനറേഷൻ. ഒരു ചെറിയൊരു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്മുടെ ഇപ്പോൾ ഗ്ലോബലി നടന്നൊരു, ഞാൻ ഇവരുടെ ഒരു ഉദാഹരണം പറയുന്നത്, ഗ്ലോബലി നടന്ന ഒരു ഹാക്കത്തോൺ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൻ്റെ. സ്പാർക്ക് AR എന്ന ടെക്നോളജി, ഇൻസ്റ്റാഗ്രാം ഫിൽറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എക്സ്ട്രൂഡർ എന്നുള്ള കമ്മ്യൂണിറ്റി, റിഗ് ലാബ്സിലെ സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്.
അപ്പോൾ ഇവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്യാമല്ലോ. അപ്പോൾ എന്താ വേണ്ടത്? സ്പാർക്ക് എ ആർ അറിയുന്ന ആരുമില്ല. ടെക്നോളജിയാണ്, കോംപ്ലക്സ് ആണ്. ചോദിച്ചു പടം വരയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ ഉണ്ടാക്കുന്ന പടം വരയ്ക്കാൻ അറിയാമോ ചോദിച്ചു. കുട്ടികളുടെ അടുത്ത് പറഞ്ഞു പടം വരയ്ക്കാൻ അറിയാമെന്നുള്ളത് പടം വരച്ചിട്ട് ഒരു 65 കുട്ടികളാണ് അന്ന് പടം വരച്ച് സബ്മിറ്റ് ചെയ്ത്. അവരെ കൊണ്ടുവന്ന് കൊച്ചിയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് റെഗ് ലാബ്സ് എന്ത് ചെയ്തു? സ്പാർക്ക് എ ആർ പറഞ്ഞു കൊടുത്തു. ഇൻസ്റ്റാഗ്രാം ഫിൽറ്റേഴ്സ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലെയും ആൾക്കാർ മത്സരിക്കുന്ന ആ കോമ്പറ്റീഷനിലേക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, നോൺ IT കുട്ടി എല്ലാവരും ചേർന്ന് ഈ 65 സംഘം പല പല പ്രോജക്റ്റുകൾ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു. ലോകത്ത് 200 വിന്നേഴ്സ് ഉണ്ടായിരുന്നതിൽ 27 പേര് നമ്മുടെ ഈ ബാച്ചിൽ നിന്നായിരുന്നു. 18 ലക്ഷം രൂപയാണ് ആ കുട്ടികൾ വിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേർ ഈസ് ദ ഗ്യാപ്പ്? എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ ആ കുട്ടികളെ നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കൂട്ടുകാരെ ചുറ്റും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ വഴിയെ പഠിച്ച് മുമ്പിലേക്ക് പോയിക്കോളും. നമ്മളിന്ന് ലഹരിക്കെതിരെ ഒരു ഇത് പറയുന്ന സമയത്ത് ഞാനാണ് ലഹരി. കാര്യം എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് എൻഗേജ് ചെയ്യുന്ന സമയത്ത് അതൊരു ലഹരിയായിട്ട് എടുത്ത 100 കണക്കിന് ചെറുപ്പക്കാരിന്നിവിടെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഉറക്കൊഴിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഈ പെർമിറ്റ് സാധ്യമായത്. സോ ഐ ട്രൂലി ബിലീവ് ദ മോസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഈ വിദ്യാർത്ഥികൾക്ക്, ഈ തലമുറയ്ക്ക് നമ്മൾ ആദ്യം അവരെ ട്രസ്റ്റ് ചെയ്യുക, അവരെ കൂടെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടത് അവർ പറയുന്നത് ലിസൺ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം ബ്രിഡ്ജ് ദ ഗ്യാപ്പ് സിമ്പോസിയം കൊണ്ട് വി വിൽ ബി ലിസണിങ് ടു ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ അവർക്ക് കേട്ടിട്ട് അവർക്ക് വേണ്ട രീതിയിലേക്ക് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് മ്യൂലേണിൻ്റെ ലക്ഷ്യം. അപ്പോൾ മ്യൂലേൺ ചെയ്യുന്നത് എന്താ? ഒരു ക്യാമ്പസിനകത്ത് ചെറിയ ലേണിംഗ് സർക്കിൾസ് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്താണ്? സിനിമ പിടിക്കാൻ താല്പര്യമുള്ളവൻ സിനിമ പിടിച്ച് നോക്കുക. ബട്ട് പ്രൂഫ് ഓഫ് വർക്ക് ഈസ് പ്രൂഫ് ഓഫ് സ്കിൽസ്. നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും മെമ്മറി ബേസ്ഡ് ആയിട്ട് പരീക്ഷ കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം എക്സ്പീരിയൻഷ്യലായിട്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചത് വെച്ച് സോൾവ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ പോർട്ട്ഫോളിയോ ആവണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ. വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ച കുട്ടി ഒരു ചായക്കടയ്ക്കെങ്കിലും വെബ്സൈറ്റ് ഉണ്ടാക്കി അത് ലൈവാക്കി ആൾക്കാരത് ഉപയോഗിക്കുമ്പോഴേ ആ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്തരം 100 കണക്കിന് പ്രോബ്ലംസ് ട്രൈ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് കാണുക, മനസ്സിലാക്കുക, ഞങ്ങളെ വിശ്വസിക്കുക. ഇന്ന് ചെറിയൊരു ശതമാനം കുട്ടികൾ മാത്രമാണ് ഈ ഡ്രഗ്സിൻ്റെയും ഇതിലേക്കും പോകുന്നത്. അതിൻ്റെ അവൈലബിലിറ്റി അതിഭീകരമാണ്. അപ്പോൾ അതിനെ നമ്മൾ നേരിടാൻ ഞങ്ങൾ തന്നെ തയ്യാറാവും. വി ഹാവ് എ മാസീവ് ഡ്രഗ് ഫ്രീ ക്യാമ്പയിൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ, എൻഡ് ഓഫ് ദ ഡേ. ബട്ട് ദേ വിൽ ടേക്ക് ദ ലീഡ്. അവർ തന്നെ ചാർജ് എടുത്ത് അവർ തന്നെ മുമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് മ്യൂലേൺ 4.0യുടെ ഭാഗമായിട്ട്. ആൻഡ് ഇത് IT കമ്പനികളെല്ലാവർക്കും അവരുടെ ഹയറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഓരോ കമ്പനിയും അവർക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് they are going to announce. And then the students can actually prepared by that and mentors will be available for them to എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അധ്യാപകർക്ക് പലർക്കും ആ ഒരു ഡിവൈഡ് ഉണ്ടല്ലോ, ആ ഡിവൈഡിനെ ബ്രിഡ്ജ് ചെയ്ത് സർക്കാരിൻ്റെ പദ്ധതികളായിട്ടുള്ള യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പദ്ധതികളായിക്കോട്ടെ, മറ്റ് NGOs ചെയ്യുന്നതായിക്കോട്ടെ, അതിനെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ സഹായിക്കുകയാണ് മ്യൂലേൺ ചെയ്യുന്നത്. സോ ദിസ് ടൈം ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ ആൻഡ് സ്കെയിലബിൾ മ്യൂലേൺ. ഓരോ ക്യാമ്പസിനകത്തും മ്യൂലേൺ, ഓരോ സ്കൂളിനകത്തും മ്യൂലേൺ ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് മ്യൂലേൺ ഇന്റൽ ഇൻസൈഡ് എന്ന് പറയില്ലേ, അതുപോലെ മ്യൂലേൺ ഇൻസൈഡ് വേർ ഇറ്റ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ഗ്ലോബലി പോകാനായിട്ടുള്ളത്. അവർ വലുതായിട്ട് സ്വപ്നം കാണാൻ സഹായിക്കുകയാണ് മ്യൂലേൺ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി മ്യൂലേണിനെ കുറിച്ച് പിന്നീട് അറിയാം. താങ്ക് യു.